ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രീഹു റീഡ്സ്. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. എന്റെ പേര് റിഹാം ആൻഡ് ഈ ചാനലിലൂടെ നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബുക്ക് റിലേറ്റഡ് ആൻഡ് റീഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആയിരിക്കും. ഇപ്പൊ നമ്മുടെ 2020 ഓൾമോസ്റ്റ് ഒരു എൻഡിലോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ടൈമിൽ എല്ലാവരും ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒക്കെ വെച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഹൗ ടു സ്റ്റാർട്ട് റീഡിംഗ് ഹാബിറ്റ് എന്ന ടോപ്പിക്കിൽ കുറച്ച് ടിപ്സ് പറഞ്ഞുതരാനാണ് വന്നിരിക്കുന്നത്. ടിപ്സ് എന്ന് പറഞ്ഞാൽ ഇത് ഫോളോ ചെയ്താൽ ആർക്കും ഭയങ്കര വലിയ റീഡർ ആവാം എന്നൊന്നുമല്ല. റീഡിങ്ങിനോട് കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഈ ഒരു ടിപ്സും കൂടി ഫോളോ ചെയ്താൽ കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് മാത്രം. നമ്മളിൽ പലരും റീഡിംഗ് ഭയങ്കര ഇഷ്ടമാണ്, ഇൻട്രസ്റ്റ് ഉണ്ട്, പക്ഷെ അതൊന്ന് തുടങ്ങി കിട്ടാനായിട്ട് ഒന്ന് ബിഗിൻ ചെയ്യാനായിട്ട് പാടുള്ളവരായിരിക്കും. അല്ലെങ്കിൽ ഒരു കാലത്ത് നല്ലോണം വായിച്ചിരുന്നവരാണ്, പക്ഷെ ചില കാലം കൊണ്ടൊന്ന് ബ്രേക്ക് ആയി ഇരുന്നിട്ട് പിന്നെ അതൊന്ന് തുടങ്ങി കിട്ടാനായിട്ട് പാടുള്ളവരും ഉണ്ടാവും. അവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ എന്റെ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ചൂസ് യുവർ ബുക്സ് അക്കോർഡിംഗ്ലി എന്നതാണ്. അതായത് നമ്മളൊരു ബിഗിനർ ആയിരിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ കുറെ ലിമിറ്റേഷൻസ് ഉണ്ട്. അതായത് നമ്മുടെ ലാംഗ്വേജ് അത്ര സ്ട്രോങ് ആയിരിക്കില്ല, നമ്മുടെ വൊക്കാബുലറി അത്ര സ്ട്രോങ് ആയിരിക്കില്ല, പിന്നെ നമ്മുടെ ഇമാജിനേഷനും അത്ര സ്ട്രോങ് ആയിരിക്കില്ല. അപ്പൊ ഇതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മളൊരു ബുക്ക് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ആക്ച്വലി സ്പീക്കിംഗ് ബുക്സ് നമുക്ക് റഫ്ലി മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യും. അതായത് ഷോർട്ട് സ്റ്റോറീസ് യൂഷ്വലി ചിൽഡ്രൻസ് ബുക്സിലാണ് കാണുന്നത്. അതായത് ഒരു ബുക്കിൽ തന്നെ പല പല സ്റ്റോറീസ്, അതാണ് ഷോർട്ട് സ്റ്റോറീസ്. മീൻസ് കുഞ്ഞു സ്റ്റോറീസ്, ഷോർട്ട് സ്റ്റോറീസ്. പിന്നെ നോവല്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു കഥ തന്നെയായിരിക്കും, പക്ഷെ 70 to 100 പേജസ് ആയിരിക്കും ഉള്ള വേണ്ടി. ദെൻ ആണ് നമ്മുടെ നോവൽസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു സ്റ്റെപ്പിൽ കൂടി പോയിട്ട് വേണം നമ്മൾ ആ ഒരു റീഡിംഗ് എന്ന് പറഞ്ഞ ഒരു ഹാബിറ്റിനെ മാക്സിമം ഡെവലപ്പ് ചെയ്യാനായിട്ട്. ഇപ്പൊ നിങ്ങളുടെ ലാംഗ്വേജ് ഒക്കെ സ്ട്രോങ് ആണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി നോവൽസിലോട്ട് തന്നെ പോകാം, ഒരു പ്രശ്നമില്ല. പക്ഷെ നിങ്ങൾ ഭയങ്കര ബിഗിനർ ആണെങ്കിൽ ഒരിക്കലും നിങ്ങൾ മറ്റുള്ളവർ പറയുന്ന കേട്ടിട്ട് വലിയ വലിയ ക്ലാസിക്സിലൊക്കെ വായിച്ചിട്ട് തുടങ്ങരുത്. നിങ്ങൾ അത് പകുതി വെച്ച് ഇട്ടിട്ട് പോവുകയില്ല. നിങ്ങളുടെ ലാംഗ്വേജിനെ പറ്റിയ ബുക്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഇംഗ്ലീഷ് നിങ്ങൾക്ക് എത്രത്തോളം അറിയാം, അല്ലെങ്കിൽ ഏത് ലാംഗ്വേജും ആയിക്കോട്ടെ അത് എത്രത്തോളം അറിയാം, നിങ്ങളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ള ബുക്ക് മാത്രം ചൂസ് ചെയ്യുക. ഇപ്പൊ നിങ്ങളുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ചിൽഡ്രൻസ് ബുക്ക് ആണെങ്കിൽ അതിൽ നിന്ന് തുടങ്ങുക, ഒരു പ്രശ്നമില്ല. നിങ്ങളൊരു പുതിയ ഹാബിറ്റ് ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ്. സോ നിങ്ങൾക്ക് ഒന്നും അറിയില്ലെങ്കിലും നിങ്ങൾ ആ ഒരു ബേസിൽ നിന്ന് തന്നെ തുടങ്ങാം. ആൻഡ് ഞാൻ പേഴ്സണലി സജസ്റ്റ് ചെയ്യാം, നിങ്ങൾ ഇന്ത്യൻ ഓതേഴ്സിന്റെ ബുക്സിന് തന്നെ തുടങ്ങാൻ നോക്കുക. ഞാൻ ഓണസ്റ്റ്ലി എന്റെ റീഡിംഗ് ജേർണി തുടങ്ങിയത് ചേതമ്പത്തിന്റെ ബുക്സിൽ നിന്നാണ്. എന്നോട് ഞാൻ ഒരിക്കലും പറയില്ല അദ്ദേഹത്തിന് ഞാൻ ഭയങ്കര വലിയ ഫാനാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ബുക്സ് എല്ലാം ബെസ്റ്റ് ആണ് എന്നൊന്നും പറയില്ല. പക്ഷെ ഞാൻ എന്റെ റീഡിംഗ് ജേർണി തുടങ്ങിയത് ചേതമ്പത്തിന്റെ ബുക്സ് വെച്ചിട്ടാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഈ ഇന്ത്യൻ ഓതേഴ്സിന്റെ ബുക്സ്, ചേതമ്പത്തിന്റെ ബുക്സ് ഒന്ന് തുടക്കം കിട്ടാൻ വേണ്ടി, ലാംഗ്വേജ് എല്ലാം സിമ്പിൾ ആയതുകൊണ്ട് അത് വായിക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നം തന്നെ ഇല്ല. ചേതമ്പത്തിന്റെ ബുക്സ് അല്ലെങ്കിൽ രവീന്ദ്ര സിംഗിന്റെ ബുക്സ് അല്ലെങ്കിൽ ദുർജോയ് ദത്തയുടെ ബുക്സ്, നിങ്ങളുടെ ലാംഗ്വേജിനെ പറ്റിയ ബുക്സ് ആ ഒരു സ്റ്റാർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ ഓതേഴ്സിനെ വായിക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ഫോറിൻ ഓതേഴ്സിലോട്ട് കിടക്കുന്നതിനേക്കാളും ഇന്ത്യൻ ഓതേഴ്സിന്റെ വായിക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. കാരണം അവര് നമ്മൾ സംസാരിക്കുന്ന പോലെ തന്നെ അല്ലെങ്കിൽ അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഇംഗ്ലീഷ് ആണ് യൂസ് ചെയ്യുക. സോ ഒരു സ്റ്റാർട്ട് എന്നുള്ള രീതിയിൽ ഇന്ത്യൻ ചേരുമ്പോൾ തന്നെ വേണമെന്നില്ല, അങ്ങനെ അത് തന്നെ വായിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ഏതെങ്കിലും ഒരു ഇന്ത്യൻ ഓതറിന്റെ ബുക്കിന് തുടങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എന്റെ നെക്സ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് ഫൈൻഡ് ഔട്ട് യുവർ ജോൺറി എന്നുള്ളതാണ്. ഈ ജോൺറി എന്ന് പറയുന്നത് ആക്ച്വലി ഒരു പെർട്ടിക്കുലർ കാറ്റഗറി എന്നാണ് അർത്ഥം. ഈ ബുക്സിന് മാത്രമല്ല ഈ ജോൺറി ഉള്ളത്, എല്ലാത്തിനും ഉണ്ട്. ഇപ്പൊ മൂവീസിലുണ്ട് ജോൺറി. അതായത് ജോൺറി എന്ന് വെച്ചാൽ ഒരു പെർട്ടിക്കുലർ കാറ്റഗറി. അതായത് മൂവിയെ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ സൈക്കോളജിക്കൽ ത്രില്ലേഴ്സ് ആയിരിക്കും ഇഷ്ടം, അല്ലെങ്കിൽ ചിലർക്ക് റൊമാൻസ് ആയിരിക്കും ഇഷ്ടം, അല്ലെങ്കിൽ ചിലർക്ക് ഹൊറർ ആയിരിക്കും ഇഷ്ടം. ഇതിനൊക്കെ നമ്മൾ പറയുന്നതാണ് ജോൺറി എന്നുള്ളത്. അതേപോലെ തന്നെ ബുക്സിൽ നിങ്ങൾ നിങ്ങളുടെ ഫേവറേറ്റ് ജോൺറി അനുസരിച്ച് വായിക്കാനായിട്ട് ശ്രദ്ധിക്കും. ഇപ്പൊ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഹൊറർ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഹ്യൂമർ ബുക്കിന് സ്റ്റാർട്ട് ചെയ്താൽ നിങ്ങൾക്ക് പിന്നെ വായിക്കാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. സോ നിങ്ങളുടെ ജോൺറി ഏതാണെന്ന് കണ്ട് നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ജോൺറി ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് ഒന്ന് ബിഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ ജോൺറിൽ നിന്ന് തന്നെ വായിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പൊ നിങ്ങൾ ഇതുവരെ ബുക്സ് വായിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ജോൺറി ഏതാണെന്ന് അറിയില്ലായിരിക്കും. സോ ക്വൈറ്റ് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ മൂവീസിൽ ഏതാണോ നിങ്ങളുടെ ഫേവറേറ്റ് ജോൺറി അത് തന്നെയായിരിക്കും നിങ്ങളുടെ ബുക്സിലും ഫേവറേറ്റ് ആയിട്ടുള്ളത്. ഇപ്പൊ നിങ്ങൾക്ക് മൂവീസിൽ റൊമാൻസ് ആണ് അല്ലെങ്കിൽ ഹൊറർ ആണ് കാണാൻ ഇഷ്ടമെങ്കിൽ ബുക്സിലും അത് തന്നെയായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ഫേവറേറ്റ് ജോൺറി ആയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഫേവറേറ്റ് ജോൺറിയിലുള്ള ബുക്ക് എടുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഫസ്റ്റ് ടിപ്പും കൂടി ഒന്ന് ഓർമ്മിക്കണം. തേർഡ് ടിപ്പ് എന്ന് പറയുന്നത് ലുക്ക് ഔട്ട് ഫോർ റിവ്യൂസ് എന്താണ്. അതായത് നിങ്ങൾക്ക് ഇപ്പൊ ഒരു ബുക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങളുടെ കപ്പാസിറ്റിക്ക് പറ്റിയതാണ് എനിക്ക് മനസ്സിലായാൽ നിങ്ങളൊന്നും ചെയ്യേണ്ട, ജസ്റ്റ് നിങ്ങളുടെ മുമ്പിൽ ടെക്നോളജി അതായത് ഇന്റർനെറ്റിൽ പോയിട്ട് ആ ബുക്കിന്റെ റിവ്യൂ ഒന്ന് പഠിക്കുക. ഇഷ്ടംപോലെ ബുക്ക് ട്യൂബേഴ്സ് ഉണ്ട് യൂട്യൂബില്, ഓരോ ബുക്കിനെ പറ്റിയും സ്പോയിലർ ഫ്രീ റിവ്യൂ ഒക്കെ തരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ പോയി അടിച്ചാൽ മനസ്സിലാവും ആൾക്കാരുടെ വായിച്ചവരുടെ റിവ്യൂ. അല്ലെങ്കിൽ റീഡേഴ്സിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ആപ്പാണ് ഗുഡ് റീഡ്സ് എന്ന് പറയുന്നത്. അതിൽ എല്ലാ ബുക്സിന്റെയും റിവ്യൂ ഉണ്ടാവും, ഓരോരുത്തർ പേഴ്സണലി ചെയ്തതുണ്ടാവും, അല്ലെങ്കിൽ ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു റേറ്റിംഗ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് വായിക്കുന്നതുകൊണ്ട് നിങ്ങളൊരു 4 to 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഒരു ബുക്ക്, അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ബുക്ക്, റേറ്റിംഗ് നല്ലോണം ഉള്ള ഒരു ബുക്ക് ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ചിലവർക്ക് ഇഷ്ടമുള്ള ബുക്ക് ചിലവർക്ക് ഇഷ്ടാവില്ല, അത് വേറെ
വേറെ ഡിസൈഡ്. പക്ഷെ നിങ്ങൾ തുടങ്ങുമ്പോൾ ഒരു അത്യാവശ്യം നല്ലൊരു റേറ്റിംഗ് ഉള്ള ഒരു ബുക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്റെ നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ കീപ് എ ബുക്ക് വിത്ത് യു വെയറെവർ യു ഗോ. അതായത് നിങ്ങൾ കാണുന്ന സ്ഥലത്തൊക്കെ ബുക്ക് വെക്കുക. ആൻഡ് നിങ്ങൾ ബിഗിൻ ചെയ്യുമ്പോൾ ഇപ്പൊ ഇ ബുക്സ് എല്ലാം അവൈലബിൾ ആണ്. പക്ഷെ ഏറ്റവും നല്ലത് നിങ്ങൾ തുടങ്ങുമ്പോൾ ഒരു ഫിസിക്കൽ ബുക്ക് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുന്നതായിരിക്കും. ആ ഒരു ബുക്ക് നിങ്ങൾ കാണുന്ന എല്ലായിടത്തും വെക്കുക. ഫോർ എക്സാമ്പിൾ ഞാനൊക്കെ എന്റെ ബെഡിന്റെ സൈഡിൽ വെക്കും. അതായത് രണ്ട് പോസിബിലിറ്റീസ് ഉണ്ട്. ഒന്ന്, ഞാൻ കിടക്കാൻ പോകുമ്പോൾ ഫോൺ യൂസ് ചെയ്യുന്നവർ മേ ബി ബുക്ക് എടുക്കാനായിട്ട് ചാൻസ് ഉണ്ട്. രണ്ട്, രാവിലെ എണീക്കുമ്പോൾ തന്നെ ഫോൺ എടുക്കുന്നതിന് പകരം ബുക്ക് എടുക്കാനായിട്ട് ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ കാണുന്ന സ്ഥലത്തൊക്കെ ബുക്ക് വെക്കുക. നിങ്ങളിപ്പോ ടേബിളിൽ നിങ്ങൾ നല്ലോണം സ്റ്റഡി ടേബിളിലൊക്കെ ബുക്ക് വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ബെഡ് സൈഡ് ടേബിളിൽ ഒരു ബുക്ക് വെക്കുക. അങ്ങനെ നിങ്ങൾ കാണുമ്പോൾ അത് ഓർത്തിട്ട് വായിക്കാൻ പോലെ നിങ്ങൾ കാണുന്ന സ്ഥലത്തൊക്കെ ബുക്ക് വെക്കാനായിട്ട് ശ്രമിക്കുക. എന്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടിപ്പ് എന്ന് പറയുന്നത് സെറ്റ് എ ഗോൾ. അതായത് ഇന്ന് ഈ ദിവസം ഞാൻ എന്തൊക്കെ വന്നാലും 10 മിനിറ്റ് ഞാൻ വായിച്ചിരിക്കും, അല്ലെങ്കിൽ ഇന്ന് ഞാനൊരു 50 പേജസ് അല്ലെങ്കിൽ ഒരു 20 പേജസ് എന്തായാലും തീർത്തിരിക്കും എന്ന് നിങ്ങൾക്ക് തന്നെ ഒരു ഗോൾ സെറ്റ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ യൂഷ്വലി ഒരു ബുക്കിൽ സ്റ്റാർട്ടിംഗ് ആയിരിക്കും കുറച്ച് പാട്. നമ്മൾ അതിന്റെ ഒരു മിഡിൽ പോർഷനൊക്കെ എത്തിയാൽ നമ്മൾ തന്നെ ഇരുന്ന് വായിച്ചു. ആ ഒരു തുടക്കമാണ് എപ്പോഴും ഒരു ടഫ് ടാസ്ക് എന്ന് പറയുന്നത് വായിച്ചിട്ടില്ലാത്തവർക്ക്. അപ്പൊ നിങ്ങൾ എപ്പോഴും നിങ്ങളൊരു ഗോൾ സെറ്റ് ചെയ്യാം. എല്ലാ ദിവസവും ഞാൻ അരമണിക്കൂർ വായിക്കും എന്നുള്ളത്. വായിച്ചാൽ മാത്രം പോരാ, ഫുൾ കോൺസെൻട്രേഷനോടെ ഞാൻ വായിക്കും. ഒരു ഡിസ്ട്രാക്ഷനും പാടില്ല. നിങ്ങൾ മൊബൈലൊക്കെ ഫ്ലൈറ്റ് മോഡിൽ വെക്കുക, അല്ലെങ്കിൽ മാറ്റി വെക്കുക. ഫുൾ നിങ്ങളുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഭയങ്കര കാം ആയിട്ടിരുന്നു നിങ്ങൾ തന്നെ ഒരു 10 മിനിറ്റ്സ് എങ്കിലും ഞാൻ വായിച്ചിരിക്കും എന്നൊരു ഗോൾ സെറ്റ് ചെയ്തിട്ട് അത് മാക്സിമം ഫോളോ ചെയ്യാനായിട്ട് നോക്കാം. ആൻഡ് ഈ വായിക്കുന്ന ടൈമിൽ യാതൊരു ഡിസ്ട്രാക്ഷൻസും പാടില്ല, അല്ലെങ്കിൽ അത് യൂസ്ലെസ് ആയിരിക്കും. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു പേജെങ്കിലും ഒരു പേജ് അത് ഞാനിന്ന് ഫിനിഷ് ചെയ്തിരിക്കും. സെക്കൻഡ് ഡേ ഞാൻ 2 പേജ്, തേർഡ് ഡേ 3 പേജസ്. അങ്ങനെ നിങ്ങൾ തന്നെ ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ട് അത് ഫോളോ ചെയ്യാനായിട്ട് മാക്സിമം നോക്കുക. അത് ഫോളോ ചെയ്തിട്ട് ആ ബുക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് തന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു ട്രീറ്റ് കൊടുക്കുക. അങ്ങനെ ഒരു ഗോൾ സെറ്റ് ചെയ്ത് നിങ്ങൾ ഈ ഒരു മിഷൻ ചെയ്തെടുക്കുക. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ള ഒരു ടിപ്സ്. ഐ ഹോപ്പ് ഇതൊക്കെ കുറച്ച് ഹെൽപ്ഫുൾ ആയി എന്നുള്ളത്. ഇത് മാത്രം കൊണ്ട് നിങ്ങൾക്ക് ആർക്കും റീഡർ ആവാൻ പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് വായനയോട് ആ ഒരു ഇത് വല്ല ഉള്ളിൽ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, വേറെ വല്ല കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങൾ അതൊന്നും മടിയുന്നെങ്കിൽ ഈ ഒരു ടിപ്സ് നിങ്ങൾക്ക് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഏറ്റവും നല്ല ഹാബിറ്റ് ആണ് റീഡിംഗ് ഹാബിറ്റ് എന്ന് പറയുന്നത്. അത് മാക്സിമം നമ്മൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് നോക്കുക. ഇപ്പൊ ന്യൂ ഇയർ ആയിട്ട് ഒരു റെസൊല്യൂഷൻ ആയിട്ട് ഇതും കൂടി ഇരിക്കട്ടെ, ടു റീഡ് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. സോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ. നിങ്ങളുടെ ബുക്ക് ലവേഴ്സ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്കും കൂടി ഈ ചാനലിനെ പറ്റി ഒന്ന് പറഞ്ഞു കൊടുക്കുക. നിങ്ങൾക്ക് വേറെ വല്ല റീഡിംഗ് ടിപ്സ് ഉണ്ടെങ്കിൽ താഴെ എന്തായാലും കോമെന്റ് ചെയ്യും. സോ അത്രേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ ബുക്ക് റിലേറ്റഡ് ആയിട്ട് തന്നെയുള്ള ഒരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ, അസ്സലാമു അലൈക്കും, ടേക്ക് കെയർ.